നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കോൺ ചീസ് സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ബോക്സിലാക്കി കൊടുത്ത് പെട്ടെന്ന് വിടാനും നമുക്കും അല്പം തിരക്കൊക്കെ ഉള്ളപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കോൺ ചീസ് സാൻഡ്വിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഈ കോൺ ചീസ് സാൻഡ്വിച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിന് പുറത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസും ചീസ് സ്പ്രെഡുമാണ് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ പുറത്തേക്ക് ഒരല്പം വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു ചീസ് സ്ലൈസ് കൂടി എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് പിന്നെയും വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഒരു പക്ഷേ വെളുത്തുള്ളിയുടെ രുചി ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാം. പിന്നെ അതിൻ്റെ പുറത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള കുറച്ചിട്ട് കൊടുക്കുന്നു. പിന്നെ കുറച്ച് കോൺ നന്നായി കഴുകി വൃത്തിയാക്കിയതും കൂടി വെച്ചു കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് കോണെല്ലാം അറേഞ്ച് ചെയ്തൊന്ന് വെച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. നല്ല എരിവൊക്കെ വേണ്ടവരാണെങ്കിൽ ഏറെ ചേർത്ത് കൊടുക്കുക. കുറച്ച് വേണ്ടവർ കുറച്ച് നമ്മുടെ ഒരു എരിവിൻ്റെ രുചിയുടെ ഒക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത ബ്രെഡ് സ്ലൈസ് കൂടെ എടുത്ത് ഇതിൻ്റെ പുറത്ത് വെച്ച് നന്നായിട്ടൊന്ന് അമക്കി കൊടുക്കുക. ഇതേപോലെ ഞാൻ ഒരു സ്ലൈസ് കൂടി ഇങ്ങനെ തന്നെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് പാനിലേക്ക് വെച്ച് കൊടുക്കുന്നു. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള സാൻഡ്വിച്ച് വേണമെങ്കിൽ വളരെ ചെറിയ ചൂടിലിട്ട് പതുക്കെ ഇതാക്കി എടുക്കുക. അല്ല ഒത്തിരി ക്രിസ്പ് ആവണമെങ്കിൽ ഒരു അല്പം തീ കൂട്ടിയിട്ട് 2 സൈഡും നന്നായിട്ട് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീസ് കോൺ സാൻഡ്വിച്ച് റെഡിയാവും. അപ്പം ഒരു സൈഡ് ഇങ്ങനെ മൂത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. രണ്ടും ഞാൻ അങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് ഇനി അടുത്ത സൈഡിലൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ 2 സൈഡും ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പാനിൽ നിന്ന് ഇത് എടുത്ത് മാറ്റുക. എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ചീസൊക്കെ നന്നായിട്ട് ഉരുകി കോണും കൂടെ മിക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ അവസാനം നമ്മുടെ സാൻഡ്വിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.